ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. IPL-ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. പരിക്ക് കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ രോഹിത്തിന് നഷ്ടമായിരുന്നു. പക്ഷേ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് SRH-നെതിരെയുള്ള അടുത്ത മത്സരത്തിൽ രോഹിത് കളിക്കും എന്നുള്ളതാണ്. 29-ാം തീയതിയാണ് മുംബൈ ഇന്ത്യൻസ് SRH-നെതിരെ കളിക്കുക. ആ മത്സരത്തിൽ രോഹിത് അവൈലബിൾ ആയിരിക്കും എന്നുള്ള ശുഭകരമായ ഒരു വാർത്തയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകരെ തേടി എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് വലിയ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന് ഇപ്പോൾ ഒരു തിരിച്ചുവരവ് അത്യാവശ്യമാണ്. ഇനി മറ്റൊരു അപ്ഡേറ്റ്, അത് CSKയുടെ ക്യാപ്റ്റനായ രുദ്രാജ് ഗൈക്വാദുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രുദ്രാജ് CSK ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിരുന്നില്ല. മറിച്ച് അദ്ദേഹം നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഒരു എമർജൻസി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ രോഹിത് ജുഗ്ലാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാമ്പിൽ രുദ്രാജ് ഗൈക്വാദ് ജോയിൻ ചെയ്യും എന്നുള്ളതാണ്. നാളെ CSKക്ക് മത്സരമുണ്ട്. ഇന്ന് രുദ്രാജ് ജോയിൻ ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു അപ്ഡേറ്റ്, അത് ധോണിയുമായി ബന്ധപ്പെട്ടതാണ്. ധോണി കളിക്കുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം. നാളെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ CSK ഒരു മത്സരം കളിക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ ധോണി കളിക്കുമോ എന്നുള്ള തീരുമാനം ഇന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എടുക്കുക. ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ ഇന്നത്തോടുകൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഇന്ന് വൈകിട്ട് അക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കും എന്നാണ് റവ് സ്പോർട്സ് ഗ്ലോബൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് മിച്ചൽ സ്റ്റാർക്കുമായി ബന്ധപ്പെട്ടതാണ്. ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമാണ് മിച്ചൽ സ്റ്റാർക്ക്. അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ 4 അപ്ഡേറ്റുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.